നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കേപ്പ് വെർദക്കെതിരെ കളിച്ച അർജൻറ്റീനയല്ല ഈജിപ്തിനെതിരെ നമ്മൾ കണ്ടത്, പ്രത്യേകിച്ച് രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിലൊക്കെ. എന്തു മാറ്റമാണ് അർജൻറ്റീന ടീമിൽ സ്കലോനി വരുത്തിയത്? അതെങ്ങനെ ക്ലിക്കായി? ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങളിപ്പോൾ പല സോക്കോൾഡ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും മേജർ അനലിസ്റ്റുകളുടെ അനാലിസിസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന അനാലിസിസ് അത് ഗുയിഡോ ഗ്ലൈറ്റിൻ്റെ അനാലിസിസിൻ്റെ ബേസിലാണ്. എന്ന് പറഞ്ഞാൽ അർജൻറ്റൈൻ ഫുട്ബോൾ നിരീക്ഷകൻ ഗുയിഡോ ഗ്ലൈറ്റ് അർജൻറ്റൈൻ എക്സ്പേർട്ട് എന്ന് പറയുന്നു. അത് ബേസാക്കിയെടുത്ത് നമുക്കിപ്പോൾ ഇതിലൊന്നും ഇവിടുത്തെ ഈ പറയുന്ന മേജർ അനലിസ്റ്റുകളെ പോലെ വിവരമുണ്ടാവില്ലല്ലോ. നന്നായിട്ട് വിവരമുള്ള ഒരാളുടെ അനാലിസിസിൻ്റെ ബേസിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുകയാണ്. കേട്ടിരിക്കണം. ഇത് എന്ത് മാറ്റമാണ് ലയണൽ സ്കലോനി ടീമിൽ വരുത്തിയത്? അതിൻ്റെ റിസൾട്ടായിട്ട് സംഭവിച്ചത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിയാൻഡ്രോ പെരേഡസിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പെരേഡസിനെ കൊണ്ടുവന്നതോടുകൂടി 2-3 കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ ഇന്നലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഈ കൊണ്ടുവരവിൻ്റെ ഉദ്ദേശം എന്താണ്. ഡിഫെൻസീവ് മിഡായിട്ട് പെരേഡസ് വരുന്നു, ഡിഫൻസിനെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതോടുകൂടി എൻസോക്ക് ഡിഫെൻസീവ് ഡ്യൂട്ടീസ് കുറയുന്നു. അദ്ദേഹം അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് വളരെ അനായാസം കയറിപ്പോകുന്നു. അലക്സിസ് മാക്കലിസ്റ്റർക്ക് മുന്നേറി കളിക്കാൻ പറ്റുന്നു. ആൻഡ് ദി ഫൈനൽ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. വിജയ ഗോൾ നേടിയത് ആരാ? എൻസോ ഫെർണാണ്ടസ് ആണ്. പരേഡസോ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോബ് അതിഗംഭീരമായിട്ട് ചെയ്തു. അവസാനമൊക്കെ അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടുത്തലും ഒക്കെ ഉണ്ട്. അത് ഗോളാകുമായിരുന്നു അവിടെ അർജൻറ്റീനയുടെ ഭാഗത്ത്. അതൊക്കെ രക്ഷപ്പെടുത്തിയെടുത്ത പരേഡസ് ഈ കളിയിൽ കളിച്ചൊരു കളിയുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി 97%. എത്ര പാസാ? 119 പാസുകൾ കൊടുത്തതിൽ 115 ലക്ഷ്യത്തിലേക്ക് 129 ടച്ചുകൾ. ആ കാര്യത്തിൽ കളിയിൽ ഒന്നാമതാണ്. 6 ഡ്യുവൽസ് 5 വിജയിച്ചു. 3 ടാക്കിളുകൾ, 11 ബോൾ റിക്കവറീസ്. യെസ്, പരേഡസ് ആയിരുന്നു ആ ഭാഗത്ത് അവരുടെ ഹൃദയം, ടീമിൻ്റെ ഹൃദയം എന്ന് പറയാവുന്നത്. ഡിഫെൻസീവ്ലി അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു സപ്പോർട്ട് അത്രയും വലുതായിരുന്നു. അതിൻ്റെ ബലത്തിൽ അർജൻറ്റീന പുതിയ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തു. കഴിഞ്ഞ കളികളിൽ കാണാത്ത ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മളവിടെ കണ്ടു. മിഡ്ഫീൽഡേഴ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് മാറുന്നു. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ഇടതുപാർശ്വത്തിലൂടെ. ലിയോ മെസ്സിയുടെ മാജിക്കൽ മൊമെൻറ്റുകൾ കാണുന്നു. അപ്പോൾ അർജൻറ്റീനയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫോർവേഡ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നില്ല ഈ കളിയിൽ എന്നുള്ളതാണ് സുവ്യക്തമാകുന്നത്. അതിനു പകരം സ്കലോനിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പരേഡസിനെ ഡിഫെൻസീവ്ലി ചുമതലകൾ ഏൽപ്പിക്കുന്നതോടുകൂടി മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസ് മുന്നോട്ടേക്ക് കയറുന്നു. അതോടൊപ്പം തന്നെ അലക്സിസ് മാക്കലിസ്റ്റർ മുന്നോട്ടേക്കായിരുന്നു. എബോവ് ഓൾ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഇടതു പാർശ്വത്തിലൂടെ വന്നിട്ട് എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. സോ അറ്റാക്സ് എന്ന് പറഞ്ഞാൽ സോൺലി അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ മാത്രം ബേസ് ചെയ്തായിരുന്നില്ല. അതായിരുന്നു പ്ലാൻ, അതായിരുന്നു സ്ട്രാറ്റജി. അത് വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തു. ഹുലിയൻ ആൽവാരസ് ലൗട്രോക്ക് പകരം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ അൺകംഫർട്ടബിൾ ആയിരുന്നു, സംശയമില്ല. പക്ഷേ അദ്ദേഹം മൊബൈലായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി അദ്ദേഹം ഇൻ ആൻഡ് ഔട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് ബോളിനെ ചേസ് ചെയ്യുന്നു. അവിടെ ഫൈനൽ തേർഡിൽ ആ ഒരു ഗോൾ ഏരിയയിൽ ഇങ്ങനെ ഗോളിന് വെയിറ്റ് ചെയ്യുന്ന ചില സ്ട്രൈക്കർമാരെ കണ്ടിട്ട് അങ്ങനെയല്ല, മറിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. മെസ്സിയെ പിന്നെ നമ്മൾ പറയട്ടല്ലോ. മെസ്സി ശരിക്കും ഈ കളിയിൽ മെസ്സിയായി കളിച്ചത് ഒരു 10 മിനിറ്റാണ്. അതും മതിയായിരുന്നു. വൺസ് അഗെയിൻ താൻ തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തെളിയിക്കാൻ കൃത്യമായിട്ട് മെസ്സിയുടെ കളി കളിച്ചു. അദ്ദേഹം കളിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ആ പെനാൽറ്റി മിസ് ചെയ്തിട്ട് പോലും മെസ്സിയുടെ ഒരു പ്രകടനം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ലൗട്രോയുടെ വരവ്, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലുള്ള ലൗട്രോയുടെ വരവ്. എന്നിട്ട് അദ്ദേഹം ഒരു ക്രോസ് ഡെലിവർ ചെയ്യുന്നു. ആ ക്രോസ് അൺഡൗട്ടഡ്ലി എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ക്രോസ് അൺഡൗട്ടഡ്ലി ഗുഡ് വൺ ആയിരുന്നു. എൻസോ ഫെർണാണ്ടസിൻ്റെ ഹെഡർ വരുന്നു. എൻസോ ഒരു നമ്പർ 9 സ്ട്രൈക്കർ അല്ല എന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് കയറി പോകാൻ പറ്റി. അതിൻ്റെ കാരണം പരേഡസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ
എൻസോക്ക് ഒന്നുകൂടി എളുപ്പമാവുന്നു. അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അദ്ദേഹം കയറിപ്പോകുന്നു, കൃത്യമായ പൊസിഷനിലെത്തുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ അർജൻറ്റീന ആരാധകർ ആഗ്രഹിച്ചത് കൊടുക്കുന്നു. അപ്പം ഇതാണ് സംഭവിച്ചത്. അർജൻറ്റീന ഈ ഒരു വിജയം അർഹിച്ചത് തന്നെയാണ്. അത് അവസാനത്തിലല്ലായിരുന്നു. ഈ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നേരത്തെ തന്നെ വിജയിക്കേണ്ടതായിരുന്നു. കാരണം ഒരുപാട് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് അർജൻറ്റീന ക്രിയേറ്റ് ചെയ്തു എന്നാണ് അർജൻറ്റീൻ ഫുട്ബോൾ എക്സ്പെർട്ട് വിലയിരുത്തുന്നത്. അർജൻറ്റീന ഡിസേർവ് ടു വിൻ ഏർലിയർ, നോട്ട് അറ്റ് ദി എൻഡ്, ബിക്കോസ് ദേ ക്രിയേറ്റഡ് സെവറൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ്. വസ്തുത എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പേജ് ടൈമിൽ മാത്രമാണ് ആ ഒരു വിജയ ഗോൾ വന്നതെങ്കിലും അത് ആ ഒരു സർക്കംസ്റ്റാൻസസ് വെച്ച് നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരിക്കലും വിട്ടുകൊടുക്കാൻ ടീം തയ്യാറായിരുന്നില്ല. ടീം ഏറ്റവും മികച്ച പ്രകടനം നടത്തി എന്നുകൂടി ഗുയിഡോ ഗ്ലൈറ്റ് ഇപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നു. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇത് സ്കലോനിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. ടാഗ്ലിയാഫിക്കോയെ കൊണ്ടുവരുന്നു, ഇടതുപാർശ്വത്തിൽ അറ്റാക്കിംഗ് ശക്തമാക്കുന്നു. ലിയാൻഡ്രോ പെരഡസിനെ കൊണ്ടുവരുന്നു, ഡിഫൻസീവ് മിഡ് അവിടെ അദ്ദേഹം ശക്തമായിട്ട് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എൻസോക്കും മാക്കലിസ്റ്റർക്കും അറ്റാക്കിനെ സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വരുന്നു. മെസ്സിയുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈവൻ റോഡ്രിഗോ ഡി ബോളിന് നിറം മങ്ങിപ്പോയിട്ട് പോലും മധ്യനിരയിൽ കളി കൈവിട്ടില്ല അർജൻറ്റീന എന്നുള്ളത് ഈ ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിടത്ത് സംഭവിച്ചതാണ്. അതുപോലെ ഹുലിയൻ അൽവാരസിനും ലൗട്രോക്കും അവർ മാത്രം ആക്രമിച്ചാൽ പോരാ, മറ്റുള്ളവർ കൂടി ആക്രമണത്തിൽ സഹായിക്കുന്നു. അതനുസരിച്ച് അവർ ലിങ്ക് ചെയ്ത് പോകണം എന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തപ്പോൾ കാര്യങ്ങൾ അർജൻറ്റീന വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് നീങ്ങി. ഏതായാലും റിസൾട്ട് 3-2 അവസാന 11 മിനിറ്റിലായിരിക്കും കളി വിജയിച്ച് കയറിയിട്ടുണ്ടാവുക. പക്ഷേ അതിനു മുമ്പ് തന്നെ അർജൻറ്റീന കളിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്ന് ഗുയിഡോ ഗ്ലൈറ്റ് വിലയിരുത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.